ഹലോ, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നൊരു ന്യൂസ് കണ്ടേ. കഴിഞ്ഞ 15 വർഷത്തിൻ്റെ ഇടയിൽ ഏറ്റവും കുറവ് പ്രവാസികളുടെ പണം കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന ഒരു മാസമാണ് കടന്നു പോയതെന്ന് ആയിരുന്നു ന്യൂസ്. അതിൽ ഏറ്റവും കൂടുതൽ കുറവ് വന്നിട്ടുള്ളത് UAE എന്നുള്ള ആളുകൾ അയച്ച പണത്തിലായിരുന്നു എന്നാണ് ഞാനിങ്ങനെ കണ്ടത്. അപ്പോൾ ആ ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് തോന്നി സത്യമായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞപ്പോൾ യുദ്ധവും ഒക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ജോലി അങ്ങനത്തെ പ്രശ്നങ്ങൾ, പിന്നെ മേ ബി അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും സേവ് ചെയ്യാം, അങ്ങനെയൊക്കെ. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഞാനിവിടെ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ഈ പണം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ തീരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ പണം. അത് വരുന്നതും പോകുന്നതും നമുക്കറിയില്ല. അത് വേറെ വശം. ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ ഒരു 3 ടിപ്സ് പറയാൻ ആഗ്രഹിക്കണു. ഞാൻ ചെയ്യുന്ന ഒരു 3 ടിപ്സാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും എന്തൊരു സാധനം വാങ്ങിക്കുന്നതിനേക്കാളും മുൻപ് അതിനെ 3 കാറ്റഗറി എടുത്തിരിക്കണം. അതായത് ആവശ്യം, അനാവശ്യം, അത്യാവശ്യം. ആവശ്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ബാഗ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. പിന്നെ അനാവശ്യം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വലിയൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അതൊക്കെ കുറച്ച് അത്യാവശ്യങ്ങളാണ്. അത്യാവശ്യമല്ല, അനാവശ്യങ്ങളാണ്. അത്യാവശ്യം എന്ന് പറയുന്നത് നമുക്ക് ദിവസം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ്, വെള്ളം, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിക്കാണ്. ഈ അത്യാവശ്യത്തിന് നമ്മൾ എന്തായാലും പൈസ ചെലവാക്കണം, നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ആവശ്യത്തിന് നമ്മൾ ചെലവാക്കേണ്ടത് അത്യാവശ്യം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആവശ്യങ്ങൾക്ക് ചെലവാക്കാം. പിന്നെ അനാവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ 2 കാര്യത്തിനും ചെലവഴിച്ചിട്ട് പിന്നെയും ബാക്കി പൈസ ഉണ്ടെങ്കിൽ മാത്രം അനാവശ്യങ്ങൾക്ക് ചെലവാക്കാം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത്, നിങ്ങൾ എന്തൊരു സാധനം വാങ്ങിക്കുന്നതിനേക്കാളും മുൻപും ഒരു 24 hour ടൈം പീരീഡ് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഇതിനേക്കാളും നല്ലൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നൊരു ഇമ്പൾസ് ബൈ ചെയ്യാണ്ട് ഒരു 24 hours ടൈം പീരീഡ് ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ, 24 to 48 hours കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടി നല്ല ബെറ്റർ ഓഫറോ അല്ലെങ്കിൽ ബെറ്റർ ക്വാളിറ്റിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് തോന്നും. അപ്പോൾ 24 hour സമയം, പ്രത്യേകിച്ചും പൈസ കൂടുതലുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ ഒരു ടൈം പീരീഡ് കൊടുക്കുക, ടൈം ഗ്യാപ്പ് കൊടുക്കുക. പിന്നെ തേർഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഓഫറുകൾ കാണുമ്പോൾ ചാടി വീണ് വാങ്ങിക്കുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ എങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്നാണ് ഈ എല്ലാ മാർക്കറ്റിങ്ങും എല്ലാ സെയിൽസ് പീപ്പിൾസും ലോകത്തിലുള്ള റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പല വഴികളിലൂടെയും നമ്മുടെ നിന്ന് എങ്ങനെ പൈസ തട്ടിയെടുക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ പൈസയിലേക്ക് നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടാവുക. പ്രത്യേകിച്ചും ഓഫറുകൾ കാണുമ്പോൾ ഒന്ന് ചാടി വീഴാതിരിക്കുക. ചിലപ്പോൾ ആ ഓഫറിൻ്റെ ഉള്ളിൽ ഹിഡൻ ആയിട്ടുള്ള ഒന്നുകിൽ ആ സാധനം നാശമായതായിരിക്കും, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളതായിരിക്കും, എക്സ്പയറി ഡേറ്റ് ആവാറായതായിരിക്കും, അല്ലെങ്കിൽ ക്വാളിറ്റി കുറവായിരിക്കും, ആ ബാച്ചിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നല്ല ഓഫറുകൾ വരും, നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ ഒക്കെ നല്ല ഓഫറുകളും വരാറുണ്ട്. അപ്പോൾ ഓഫറുകൾ, അതാ ഞാൻ പറഞ്ഞു 24 hour ഗ്യാപ്പ് കൊടുക്കല്ല സാധനം വാങ്ങിക്കുന്നതിനേക്കാൾ മുമ്പ്. അപ്പോൾ ഈ ഓഫറുകളുടെ അവിടെ നമ്മൾ വീഴാതിരിക്കും. സോ ഈ 3 ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങളുടെ പൈസ നിങ്ങൾ സേവ് ചെയ്യുക. സോ നെക്സ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.